നെഗറ്റീവ് വേരിയേഷൻസ് ഒന്നും ഇനി ഇല്ല എന്ന് എനിക്ക് തോന്നി. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പിന്നെ ഞാൻ വില്ലൻ റോൾസ് അക്സെപ്റ്റ് ചെയ്യലും നിർത്തി. അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇപ്പൊ ഈ കരിയർ ജേണിയിൽ? ആ കംഫർട്ട് സോണിനൊന്നും പുറത്തിരിക്കണം. അത് ആ റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. അത് വേറെ ആരും ചെയ്യില്ല എനിക്ക് വേണ്ടി. സുദേവ് ബ്രോയുടെ കാര്യം ഈ പറഞ്ഞു കണക്കൊന്നുമല്ല കേട്ടോ ചിന്തിച്ചത്. കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സിനിമകളും ചെയ്തിട്ടുണ്ട്. അല്ല എനിക്കൊന്നും ഞാൻ ഓക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് നെഗറ്റീവാണ്. ഇത് സാഡ് ലൈഫ് അല്ലേ? ഇതുവരെ നെഗറ്റീവായിട്ട് ആരും കണ്ടിട്ടില്ല. ഒരാൾ തിരിച്ചു പറയുന്നത് ഇവിടെ ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഇല്ല, പെട്ടെന്ന് കിട്ടി, അതാണ്. എല്ലാം പെട്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ല. ആണല്ലേ? ഇത് വില്ലനല്ല. നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യും. കമ്മട്ടം മറ്റേ സംഭവം അങ്ങനെ തന്നെയാണോ? നമ്മുടെ മറ്റേ സംഭവം പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കേസ് ശരിക്കും മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് വെബ് സീരീസ് സിക്ക് അങ്ങനെ ഒരു മലയാളം പേര് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഷാൻ്റെ ഒരു ബിലീഫും കൺവിക്ഷനും കേട്ടപ്പോൾ ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് ആയി. ഹലോ എവരിവൺ, കമ്മട്ടത്തിന്റെ വിശേഷങ്ങളുമായി ടീം നമ്മുടെ കൂടെ ചേരുകയാണ്. ഹായ് ഗൈസ്. എന്താണ് കമ്മട്ടത്തിന്റെ വിശേഷം? ഈ കമ്മട്ടം മറ്റേ സംഭവം അങ്ങനെ തന്നെയാണോ? നമ്മുടെ മറ്റേ സംഭവം പറഞ്ഞ നമ്മുടെ നോട്ട്, കള്ള നോട്ട് എന്നൊക്കെ പറയൂലേ, അങ്ങനെയൊക്കെ തന്നെ ആണോ? നോട്ടല്ല ആക്ച്വലി, ശരിക്കും ഒറിജിനൽ നോട്ടാണോ? അല്ല, ഈ കമ്മട്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താണ് നോട്ട് ഒരു അച്ഛനെയാണ്, അതാണ് എനിക്കറിയാവുന്ന കമ്മട്ടം. അല്ല, നമ്മൾ കമ്മട്ടം പറയുമ്പോ കമ്മട്ടം ഉണ്ടോ കയ്യിൽ, കള്ളനോട്ട് അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടല്ലേ? അപ്പൊ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമൊക്കെ? അല്ല, പണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിന് ആപ്റ്റ് ആവുന്ന ഒരു പേര്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേര് എന്നുള്ള രീതിയിലാണ് കമ്മട്ടം. അത് ഞാൻ വായിച്ചിരുന്നു. നരസിംഹത്തിൽ നിന്നാണ് ആ പേര്, മമ്മൂക്കയുടെ. അങ്ങനെയല്ല എന്ന് വെച്ചാല് നമുക്കിപ്പോ ആദ്യം കോഡ് ഓഫ് ക്രൈംസ് എന്നായിരുന്നു അതിന്റെ പേര്. കോഡ് ഓഫ് ക്രൈംസ്. അപ്പോൾ അത് മലയാളം ഫസ്റ്റ് വെബ് സീരീസ് സിക്ക് അങ്ങനെ ഒരു മലയാളം പേര് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഒരുപാട് പേരുകളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് എല്ലാവരും സജഷൻസ് ഉണ്ടായിരുന്നോ? എല്ലാവരുടെ സജഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ കമ്മട്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമ്മട്ടം കേട്ടിട്ടുള്ളത് മമ്മൂക്ക പറഞ്ഞ നരസിംഹത്തിലെ ഡയലോഗിലൂടെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ ഓർത്തു ആ ഒരു അതോ ആലോചിച്ചപ്പോൾ ആ ഒരു പോയിന്റിൽ അങ്ങനെ കിട്ടിയിട്ട് അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ. പോലീസ് ഓഫീസറാണ്. ഇതിലെ പോലീസ് ഓഫീസറിന് എന്താ പ്രത്യേകത? ഇത് വില്ലനല്ല. നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യും. അതെ, ആദ്യമായിട്ടാണ് ഈ ഒരു മഹാപുരുഷൻ എനിക്ക് വില്ലനല്ലാത്ത റോള് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകത ആക്ച്വലി എന്താന്ന് വെച്ചാൽ, ആസ് ആൻ ആക്ടർ ഈ ക്യാരക്ടറിൽ ക്വർക്സ് ഒന്നുമില്ല. യൂഷ്വലി നമ്മൾ ഏത് ക്യാരക്ടർ, എസ്പെഷ്യലി നെഗറ്റീവ് റോൾസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ക്രച്ച് എന്ന് പറയും. അതിൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ക്വർക്ക് ഉണ്ടാവും, എന്തെങ്കിലും ഒരു മാനറിസമോ, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒരു ഗിമിക്ക് എന്നൊക്കെ പറയാം. എന്തെങ്കിലും ഉണ്ടാവും, ഒരു ഗിമിക്ക് ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ അതിൽ ഗിമിക്സ് ഒന്നുമില്ല. പ്രസൻസ് മാത്രമേ ഉള്ളൂ, ഓണസ്റ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ ഡിസോണസ്റ്റ് ആയോ ആ ക്യാരക്ടറോടൊപ്പം നമുക്ക് ഗിമിക്സിൽ റിലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ചാലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹീറോസ് വലിയ വലിയ ഹീറോയിസം കാണിക്കുന്ന പടങ്ങളിൽ ഗിമിക്സ് ഒന്നും ഇല്ലാതെ അവരുടെ പ്രസൻസ് കൊണ്ട് മാത്രം ഇമ്പ്രസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഓഡിയൻസായിട്ട് നമുക്ക് അത് ഇത്രയും അഫക്റ്റ് ആവുന്നത്. അപ്പോൾ അത് എനിക്കൊരു ലേണിംഗ് ആയിരുന്നു ഈ എക്സ്പീരിയൻസിൽ. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ? ഹോംവർക്ക് ആക്ച്വലി വേറെ ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയത് ക്യാരക്ടർ കുറച്ച് ഓൾഡർ ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഡൗൺ ഓൺ ഹിസ് ലക്ക്, കുറച്ച് ആൽക്കഹോളിക്കും എന്നൊക്കെ ബാഡ് ഫേസിൽ കൂടി ലൈഫിൽ, പേഴ്സണൽ ലൈഫ് ബാഡ് ഫേസിൽ കൂടി പോകുമ്പോൾ പിന്നെ ഈ ഒരു കേസ്, പക്ഷെ ആള് ബ്രില്യൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്ത് അങ്ങനെ ഒരു എന്നുവെച്ചാൽ കാണാൻ അപ്പീലിംഗ് അത്ര അല്ലാത്ത ഒരു അങ്ങനത്തെ ക്യാരക്ടറാണ് ആദ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യിപ്പിച്ചോ? അത് പിന്നെ ഏറ്റവും ഈസി അല്ലേ വെയിറ്റ് പറയുന്ന പോലെ ലൊക്കേഷനിൽ വന്നിട്ട് യൂണിഫോം എല്ലാം ഇട്ട് നിന്നപ്പോ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, ബ്രോ നമുക്കത് വേണ്ട, എന്റെ ഓഫീസർ നല്ല എനർജറ്റിക് സുദേവിനെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിട്ടേ. അപ്പൊ ഇതുപോലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നരയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറ്റി അതൊക്കെ മാറ്റി കുറച്ചുകൂടെ യങ് ആക്കി.
എങ്ങല്ല റിയൽ എന്താണ് ആവശ്യം അല്ല അതിനകത്തുള്ള ക്യാരക്ടർ കുറച്ച് ഓൾഡ് ആയിരുന്നല്ലോ അതെ അതെ ആയിരിക്കും. ഓക്കെ, ഇവിടെ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സിനിമകളും ചെയ്തിട്ടുണ്ട്. അല്ല എനിക്ക് ഞാൻ ഓക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആക്ച്വലി 20+ സിനിമ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ചെയ്ത സിനിമകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എന്നെ പരിചിതമല്ല. നമ്മുടെ സിനിമകൾ എല്ലാം കാണും, പക്ഷെ എല്ലാവരും നമ്മുടെ സിനിമകൾ കാണണം നിർബന്ധം. അല്ല, ഞാൻ ഫിലിമോഗ്രഫി നോക്കിയപ്പോൾ കൂടുതൽ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിംസിന്റെ ഒരു ഭയങ്കര ഇഷ്ടമാണോ ചെയ്യുന്നത്, അതോ ഇതിലേക്കുള്ള ഒരു എൻട്രി ആയിട്ട് അതിനെ കണ്ടത്? അല്ല, ആസ് എൻ ആക്ടർ ഇറ്റ്സ് ഡസന്റ് മീൻ ലൈക്ക് മൂവീസ് മാത്രമേ ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതും, അത് ഷോർട്ട് ഫിലിം ആഡ് ആണെങ്കിലും സിനിമയാണെങ്കിലും സീരീസ് ആണെങ്കിലും അവൈലബിൾ ആവുക എന്നുള്ളതാണല്ലോ. നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷമാണ് ഈ പറയുന്ന ഇത് സീരീസ് ആണോ സിനിമയാണോ ഷോർട്ട് ഫിലിം ആണോ എന്നുള്ളത്. അപ്പോൾ ഷോർട്ട് ഫിലിം ഇപ്പോൾ ചെയ്യുന്ന എല്ലാവരും മേ ബി നെക്സ്റ്റ് ജനറേഷൻ സിനിമാക്കാരായിരിക്കും, പുതിയ വിഷനായിട്ട് വരുന്നതായിരിക്കും, ഫ്രഷ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടുണ്ട് ഇവിടെ, നമ്മൾ കണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വരുന്ന അതിനെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും മോസ്റ്റ്ലി ഇപ്പോൾ വരുന്ന ആളുകളുടെ ഷോർട്ട് ഫിലിംസ്. കാരണം ഇപ്പോൾ വരുന്ന എല്ലാവരും ഒന്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ല എക്സ്പോഷർ ഉണ്ടാവും സിനിമകൾ കണ്ടിട്ട്. ഈ OTTസും നമ്മൾ വളരെ ഓപ്പൺ ആയി, ഇപ്പം ഏത് ലാംഗ്വേജും നമ്മൾ വീട്ടിലിരുന്ന് കാണാം. അപ്പം അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ള, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാലമാണ് ഇപ്പം. അപ്പോൾ അവരിൽ വരുന്ന ഷോർട്ട് ഫിലിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് മേളിലുള്ള ക്യാരക്ടറൈസേഷനും കഥയൊക്കെ ആയിരിക്കും, ഈവൻ ട്രീറ്റ്മെൻറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ലീഡ് റോൾ ചെയ്യുന്ന, ഇപ്പോൾ സുദേവ് ബ്രോനൊക്കെ അങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ക്യാരക്ടർ സിനിമയിൽ കിട്ടും. പക്ഷെ നമുക്കൊക്കെ സോ കോൾഡ് സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ഫീൽ ഗുഡ്, നല്ല മനുഷ്യൻ, അങ്ങനത്തെ സാധനം. മേ ബി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നെഗറ്റീവ് സാധനങ്ങൾ അധികം ഇതുവരെ ആരും എന്നെ പരീക്ഷിച്ചിട്ടില്ല. അപ്പൊ മോസ്റ്റ്ലി സിനിമകളിലൊക്കെ അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അല്ല, നമ്മള് സുദേവ് ബ്രോനെ ആദ്യം തൊട്ട് കാണുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് സുദേവ് സ്ക്രീനിൽ വരുമ്പോൾ നമുക്കൊരു വിചാരമുണ്ട്, ലൈക്ക് പുള്ളി നെഗറ്റീവ് ഷെയ്ഡ്. അത് എന്താ പറയുക, നമ്മള് മലയാളി പ്രേക്ഷകന്റെ പ്രശ്നം തോന്നുന്നു മാറ്റി ചിന്തിക്കുക എന്നുള്ളത്. അങ്ങനെ മാറ്റി ചിന്തിച്ച മനുഷ്യനാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഞാനിത് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ, ഞാൻ ഈവൻ ഷാനിനോടും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. ക്യാരക്ടറൈസേഷൻ, ആളുകളുടെ പെർസെപ്ഷൻ പക്ഷെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ ഒരുപാട് ആവശ്യമുണ്ട് നമുക്ക്. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആയിട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. മേ ബി ചെറിയ ഇൻഡസ്ട്രിയാണ്, മാർക്കറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തമിഴിലോ ബാക്കിയുള്ള ലാംഗ്വേജിലെ പോലെ മൾട്ടി ലെയർ സ്റ്റാർസ് ഒന്നുമില്ല. 1 2 മാക്സിമം 3 ലേയേഴ്സേ ഉള്ളൂ. അതും മാർക്കറ്റബിൾ ആയിട്ടുള്ള വളരെ കുറവാണ്. അപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് മലയാളത്തിൽ. അപ്പോൾ അവരെയൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പലരും യൂസ് ചെയ്യാറില്ല. മേ ബി സീരിയസ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അപ്പോൾ ഷാനെ അതിൽ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ആളുകളെ ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് തരിക. സുദേവ് ബ്രോയുടെ കാര്യം ഈ പറഞ്ഞു കണക്കൊന്നുമല്ല കേട്ടോ ഞാൻ ചിന്തിച്ചത്. ഇതിനകത്ത് കുറച്ച് വില്ലന്മാരുണ്ട്. ആ വില്ലന്മാരെ മുമ്പ് ചെന്ന് നെഞ്ചും പിരിച്ച് നിൽക്കണമെങ്കിൽ വേറൊരു വില്ലൻ തന്നെ വേണം. ഞാനും അത്ര മോശമല്ലടാ എന്ന് പറയുന്നൊരു സാധനം വേണം. അപ്പൊ അത് തന്നെയാണ് സുദേവ് എന്നുള്ള ആക്ടറിനെ കണ്ടുകൊണ്ട് തന്നെയാണോ ആ ക്യാരക്ടർ ഉണ്ടാക്കിയത്? അങ്ങനായിരുന്നു. അത് ആദ്യം പറഞ്ഞില്ലേ, ഒരു ഏജ് ഉള്ള, അപ്പം അങ്ങനെ ഒരു പരിപാടിയിലായിരുന്നു ആദ്യത്തെ ഡിസ്കഷൻ, ആദ്യത്തെ പരിപാടി, എഴുത്ത് പരിപാടിയൊക്കെ പോയിരുന്നത്. പിന്നെ ഇത് 6 ഭാഷയിലേക്കും പോകണം, ഇങ്ങനെയൊക്കെ വന്നപ്പം എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വരണം എന്ന് തോന്നി. അപ്പോൾ സീന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരൊറ്റ പേരാണ് പറഞ്ഞത്. അപ്പം അത് അവര് പറഞ്ഞ ആ ഒരു പേരിൽ ഞാനും ഓക്കെയാണ്, സെറ്റാണ് പരിപാടി. ഇമ്മീഡിയറ്റ് തന്നെ പ്രൊഡക്ഷനുമായിട്ട് സംസാരിച്ച് നേരെ സുദേവ് ബ്രോയെ കാണുകയും സബ്ജക്ട് പറയുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് എല്ലാം 1-2 ദിവസത്തിനിടെ നടന്നിരുന്നു. പെട്ടെന്നാണോ കോളൊക്കെ വന്നത്? അതെ അതെ. ഓക്കെ, അപ്പൊ തന്നെ ഡേറ്റ് കൊടുത്തു, സെറ്റായി. എന്നുവെച്ചാൽ ആദ്യം ഞാൻ കഥ വായിച്ചു, കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ ഡയറക്ടർക്ക്, വെബ് സീരീസ് ആണ്, അതിൽ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട് നമുക്കറിയില്ല. അപ്പം അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഷാനിനെ ഞാൻ മീറ്റ് ചെയ്തു. പിന്നെ ഷാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഷാനിൻ്റെ ഒരു ബിലീഫും കൺവിക്ഷനും കേട്ടപ്പോൾ ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് ആയി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഈ സിനിമയിൽ സീരീസിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ടെൻഷനല്ല, അതെ, ആലോചിക്കാൻ പോലുള്ള സമയം. പക്ഷെ എനിക്ക് ആരുടെയും കഴിവിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. റിസോഴ്സസ് കുറഞ്ഞു പോയതുകൊണ്ട് പ്രൊഡക്റ്റിൽ
കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഡേ ആയപ്പോൾ തന്നെ ഞങ്ങൾ 24 hours ഷൂട്ട് ചെയ്തപ്പോൾ മനസ്സിലായി റിസോഴ്സസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എല്ലാവരും എക്സ്ട്രാ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനത്തെ കുറവുകളൊന്നുമില്ല. വളരെ സിനിമാറ്റിക് ആയിട്ട് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ അത് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു 11 days നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ചെയ്തിരുന്നു. അതെ, ആദ്യം പറഞ്ഞത് 11 days ചെയ്യും, പക്ഷെ നമുക്കൊരു സെക്കൻഡ് യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ക്യാരക്ടറുടെ സീൻസ് എടുക്കുമ്പോൾ വേറെ സെക്കൻഡ് യൂണിറ്റ് പോയിട്ട് വേറെ സീൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആക്ച്വലി നോക്കിയാൽ 22 days വർത്ത് സംഭവം നമുക്ക് 11 days. അപ്പോൾ 22 days റീസണബിൾ ആണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ലോജിക് വെച്ച് വന്നത്. പക്ഷെ വന്നപ്പോൾ 11 days 22 days ഷൂട്ടിങ് 24 hours per day ഷൂട്ട് ചെയ്ത് സിംഗിൾ യൂണിറ്റ് ഫിനിഷ് ചെയ്ത്. വേറെ വഴിയില്ല, ഇവരാരും വിശ്വസിക്കുന്നില്ല. 11 ദിവസം കൊണ്ട് അത് കൺവിൻസ് ചെയ്യാനാണോ അങ്ങനെ പറഞ്ഞത്? പിന്നല്ല, വേറെ വഴിയില്ലാതെ നമുക്ക് ഇവരെയൊക്കെ കിട്ടണ്ടേ? അല്ല, റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. 11 days ഒരു സീരീസ് 6 episode to 7 episode പോകുന്ന ഒരു സീരീസ്, അതും ഡിഫറെന്റ് ലൊക്കേഷൻ, ഒരുപാട് ആർട്ടിസ്റ്റ്, അതും ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ. നമ്മൾ ഒരു ഫ്ലാറ്റ് ബേസ് ചെയ്തോ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈസി. കുറച്ച് ക്യാരക്ടേഴ്സ് അവിടെ തന്നെയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം, ചീറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എല്ലാത്തിലും കോസ്റ്റ്യൂം സെയിം ആണ്. ഒരു സീൻ ഏത് സീൻ വേണമെങ്കിൽ എടുക്കാം, ഒരു ഡ്രസ് മാറ്റേണ്ട ടെൻഷനും സമയമില്ല. അതെ, ഓക്കെ. ഇപ്പൊ സിനിമ ഡിയർ വാപ്പി ചെയ്തായിരുന്നു, സിനിമയിൽ നിന്ന് എന്തിനാണ് സീരീസിലേക്ക് വരുന്നത്? ഒരു നല്ലല്ലേ? എല്ലാ പിള്ളേർക്കും, പ്രത്യേകിച്ച് ജെൻസി പിള്ളേർക്കൊക്കെ ഇഷ്ടം സീരീസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ പിടിക്കാന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. അല്ല, സീരീസ് ചെയ്യാൻ എനിക്കും ഉണ്ട് ആഗ്രഹം. ഒരുപാട് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെയൊക്കെ. അപ്പൊ ഇതിൽ നിന്ന് എന്നെ വിളിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പൊ അത് കേട്ടു. അപ്പം സീരീസ് ആണ്, അവരുടെ ഫസ്റ്റ് വെബ് സീരീസ് ആണ്. അത് അവർക്ക് നല്ല രീതിയിൽ ചെയ്യണം. അത് ഇനി അങ്ങോട്ടാണെങ്കിലും എൻ്റെ ഇതിലേക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്ക്രിപ്റ്റ് വീക്കായിരുന്നു. അത് ഞാൻ കറക്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പിന്നെ എന്തിനും സന്നദ്ധരായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് സ്ക്രിപ്റ്റ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ഞാൻ ആളിനെ സെറ്റ് ചെയ്ത് നേരെ ഇപ്പം ഷിഹാബുദ്ദീൻ, നമ്മുടെ സുധീഷ് തുഗുണാനന്ദൻ, നമ്മുടെ എൻ്റെ അടുത്തൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ പുള്ളി, ജോസ് തോമസ് പോളയ്ക്കൽ, അതേപോലെ സഞ്ജിത്ത്, അവർ 3 പേരെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരിപാടികൾ ഓണാക്കി കൊണ്ടുപോയത്. ഇപ്പം ആക്ച്വലി ഇതിനൊരു ആദ്യം ഇത് എങ്ങനെ ചെയ്യുമെന്ന് ഈ പറഞ്ഞ പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലിമിറ്റേഷൻസ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ക്രൂവിനെല്ലാം വിളിച്ചു. നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിച്ചത്. പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇപ്പം ക്യാമറമാൻ്റെ അടുത്തും ഞാൻ പറയുന്നു, ഒരു ദിവസം നമുക്ക് ഇത്ര സീൻസാണ് എടുക്കാനുള്ളത്. അപ്പം ഇത് എങ്ങനെ, ഇത് ഈ ഒരു ലൈറ്റപ്പ്, ഈ ഒരു ലൊക്കേഷൻ, അപ്പോൾ ലൊക്കേഷൻസ് എല്ലാം പോയി ഹയർ ചെയ്തു. അതിനനുസരിച്ച് ചാർട്ട് പരിപാടി എല്ലാം റെഡിയാക്കി എഡിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം 6 എപ്പിസോഡ്സിൻ്റെ ലെയർ സെറ്റ് ചെയ്തു. എന്നിട്ട് ഓരോന്ന് എടുക്കുന്നതെല്ലാം ഈ ലെയേഴ്സിലേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എഡിറ്ററൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അതേപോലെ പണി എടുത്ത് തന്നെയാണ് 11 ദിവസം കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ കാണാത്തൊക്കെ ലൊക്കേഷൻസ് ആണ്. ഞങ്ങൾ അവിടെ പോയി സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പോയ അടുത്ത ലൊക്കേഷൻ ഇവിടെ, പിന്നെ അടുത്ത ലൊക്കേഷൻ ഒരു 5 minute ദൂരം. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങള് സ്ക്രിപ്റ്റ് എഴുതി ലൊക്കേഷൻ കണ്ടുപിടിച്ചാണ്, ലൊക്കേഷൻ കണ്ടിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാണോ? അത്ര ഒരു അതിന്റെ ഹോംവർക്ക്. ഇത് പ്രീ പ്രൊഡക്ട് പറഞ്ഞ പോലെ കുറെ സമയം അതിൽ ചെലവാക്കി കറക്റ്റായിട്ട് ടൈം ലാഭിക്കാൻ വേണ്ടി ലൊക്കേഷൻസും അങ്ങനെ കണ്ടുപിടിച്ച് ഒക്കെ. ആക്ച്വലി ആ ലൊക്കേഷൻ, ഇപ്പം ലൊക്കേഷൻ മാനേജർ സുല്ലേട്ടനാണ്. അപ്പൊ സുല്ലേട്ടൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, ചേട്ടാ ഇതൊക്കെയാണ് സംഭവം, നമുക്ക് ഇതൊക്കെയാണ് ലൊക്കേഷൻസ് വേണ്ടത്. അതിന്റെ ഒരു പൂർണ്ണ വിവരം തന്നെയാണ് പുള്ളിക്ക് കൊടുത്തതും. പുള്ളി അധികം നമ്മളായിട്ട് ഓടിച്ചതും ഇല്ല. ഒരുപാട് ഈ ഉള്ള ലൊക്കേഷൻസ് കൊണ്ട് കാണിക്കുകയും അതെല്ലാം സെറ്റ് ആവുകയും, എന്തോ ദൈവാധീനം പോലെ അടുത്തടുത്തായിട്ടുള്ള ലൊക്കേഷൻസ് തന്നെ നമുക്ക് കിട്ടി. അത് സുധേ ബ്രോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വന്നിട്ട് ഇത് കണ്ടുകൊണ്ട് എഴുതിയതാണോ, കാരണം അവിടെ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രോ ഇതൊക്കെ നമ്മുടെ കൂടെ ഈ പറയുന്ന പോലെ ദൈവവും കൂടെ ഉണ്ട്, നമുക്കിത് കറക്റ്റ് ആയിട്ട് തീർക്കാന്നുള്ളത് ഒരു വലിയ ഒരു നോർമൽ ടൗണിൽ, ഒരു സിറ്റിയിലാണെങ്കിൽ നമ്മൾക്ക് ഈ പോസിബിലിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഒരു നോർമൽ ടൗണിൽ, അതൊരു മലയോര പ്രദേശത്ത് നമ്മൾ അപ്പൊ സീരീസ് കാണുമ്പോൾ അറിയാം, വളരെ വ്യത്യാസമുള്ള ആംബിയൻസ് ഉള്ള പല ലൊക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഒരു ടൗണിൽ കിട്ടാന്ന് പറയുന്നത്
എനിക്ക് തോന്നുന്നു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഹണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലേ? ഇല്ല, പെട്ടെന്ന് കിട്ടി, അതാണ്. എല്ലാം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. ആണല്ലേ? ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടിയായിരുന്നു ഇതിന്റെ പുറകിൽ നിന്ന് ആളുകളെ അറിയിക്കണം. അല്ല, നമുക്ക് സത്യം പറഞ്ഞാൽ 11 ഡേയ്സിൽ ഇത് ഇങ്ങനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ഇത് കാണുമ്പോഴാണ് അതൊന്നും കൂടി 11 ഡേയ്സിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് എനിക്ക് പ്രേക്ഷകരിലേക്ക് വരും എന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊരു ട്രൂ സ്റ്റോറി ആണല്ലോ വരുന്നത്. അപ്പൊ ട്രൂ സ്റ്റോറി എന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറെ ചലഞ്ചസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തായിരുന്നോ? ഇല്ല, ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചുറ്റും നടന്ന ഒരു ക്രൈം അല്ല, ഒന്നിലധികം ക്രൈമുകളും കൂടെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പ്രേക്ഷകന് പെട്ടെന്ന് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അത് മറ്റൊരു ടെറൈനിൽ നമ്മൾ ഈ കഥ പറയുന്നു, മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇങ്ങനൊരു ക്രൈം നടന്നാൽ ചിലപ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാവാം, അതിന് ഇങ്ങനെയുള്ള ആൾക്കാർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്, അല്ലാതെ ഒരു ട്രൂ സ്റ്റോറി അതേപോലെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കഥാപാത്രങ്ങൾ മാറി. അപ്പോൾ ഓരോ ആ ഒരു ഇൻസിഡന്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതാണല്ലോ എന്ന് പ്രേക്ഷകന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. ഈ കേസിന് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു അതിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല? സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കേസ് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്ര കോൺവല്യൂട്ടഡ് ആയിട്ട് എങ്ങനെ ഓരോ ത്രെഡ്സ് വന്ന് ഫൈനലി മീറ്റ് ആയിന്ന് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ആയിട്ടുണ്ടെന്ന് അറിയാം. പോലീസ് ഓഫീസർ അല്ലേ? അതെ അതെ, അത് അടിപൊളി. അപ്പൊ പിന്നെ എന്നിട്ട് അഭിനയിച്ച് കഴിഞ്ഞും മനസ്സിലായിട്ടില്ല? അല്ല, ഇൻസിഡൻസ് അത് ആക്ച്വലി അത് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പൊ ആ റൂട്ട് പോയേക്കുന്നുണ്ട്, പല കഥാപാത്രങ്ങളിലൂടെയാണ് പോയേക്കുന്നത്. അങ്ങനെയാണ് അതിനെ കൺവേ ആക്കുന്നത്. ഒരു നോർമൽ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അത്ര ഈസി ആയിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പോലും നമ്മൾ വായിച്ചു പോകും, കഥാസന്ദർഭങ്ങൾ മനസ്സിലാവും, ക്യാരക്ടറൈസേഷൻ മനസ്സിലാവുന്നതിന് അപ്പുറത്തേക്ക് ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വിഷ്വലൈസേഷൻ നടക്കൂല. അത് വിഷ്വലി കണ്ടാലേ മനസ്സിലാവും. ആ കോംപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇത് എഴുതിയ ആള് ഇച്ചിരി ക്രൂക്കഡ് ആണ്, ഇങ്ങനെ ഒരു സാധനം ഫോം. അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു കേസ് നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ മീറ്റ് ചെയ്ത് സെറ്റ് ആയി വരണമല്ലോ. ഞാൻ ചെയ്തത് തന്നെ, ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ. ഇപ്പം അന്റോണിയോ ജോർജ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് സുദേവ് ബ്രോ ചെയ്ത ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടർ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോവുകയാണ് സ്വന്തമായിട്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടല്ല, ഒരാളുടെ അടുത്ത് ചോദ്യം ചോദിച്ചു, അയാൾ തരുന്ന ഉത്തരത്തിൽ നിന്നും ആണ് പുള്ളിയുടെ ജേണി. ഓക്കെ, ആ ജേണിയാണ് നമ്മൾ ആദ്യം അന്വേഷിച്ചിറങ്ങിയ മാറ്റർ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു വലിയ ക്രൈമുകളുണ്ട്, അതിലേക്ക് ചെന്ന് കയറുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ജേണി. അപ്പൊ ഈ ഓഫീസറാണെങ്കിൽ ചുമ്മാ പിടിച്ച് ഇടിച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന ആളല്ല. ആള് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കൂ. ആ ചോദ്യത്തിന് ആ പുള്ളിക്ക് അതിന്റെ ഉത്തരം മാത്രമേ പറയാൻ കഴിയുള്ളൂ, കള്ളത്തരം പറയാൻ കഴിയില്ല. കാരണം 3 സൈഡിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കാഷ്വലി സംസാരിക്കുന്നു, ആ കാഷ്വലി സംസാരിക്കുന്ന എല്ലാം പുള്ളി അവനെ ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോയേക്കുന്നത്. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ കുറ്റം ചെയ്ത ആൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്ന നോർമൽ ചോദ്യങ്ങളെല്ലാം ഈ അടയ്ക്കാനുള്ള ഓരോരോ ലോക്കുകളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കഥ ഇതുവരെ മനസ്സിലായിട്ടില്ല, അത് വിശ്വസിച്ചില്ലേ? അതുപോലെ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയി ഇത് എന്താണുള്ളത്. എനിക്ക് തോന്നുന്നു ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾ ഇത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണോ? വെരി ട്രൂ. സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചായിരുന്നു? എന്നിട്ടും നമുക്ക് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പ്രോപ്പർലി വരുന്നു വിഷ്വലി എന്ന് കാണാൻ ഭയങ്കര ആന്റിസിപ്പേഷൻ ഉണ്ട്. അതെ അതെ. അല്ല, പിന്നെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് വന്നിട്ട് പോസിറ്റീവ് ഷെയ്ഡിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്നതിന്റെ ഒരു സന്തോഷമുണ്ടോ? അത് തീർച്ചയായും ഉണ്ട്. അതെ, നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്ത് ശരിക്കും നെഗറ്റീവ് വേരിയേഷൻസ് ഒന്നും ഇനി ഇല്ല എന്ന് എനിക്ക് തോന്നി. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പിന്നെ വില്ലൻ റോൾസ് അക്സെപ്റ്റ് ചെയ്യലും നിർത്തി. അല്ല, ഈ അനാർക്കലിയിലെ ഉഗ്രം ക്യാരക്ടർ, അത് ഞാനത് പറയാൻ വരുമായിരുന്നു. അനാർക്കലിയില് അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും എല്ലാവരും ബെഞ്ച് മാർക്കായിട്ട് പറയുന്ന അല്ലെങ്കിൽ എപ്പോഴും ഓർക്കുന്ന ഒരു ക്യാരക്ടറാണ്. നല്ല ഉഗ്രം ക്യാരക്ടറാണ്. അതിൽ പോസിറ്റീവ് ഷെയ്ഡ് തന്നെയാണല്ലോ, അത് പോസിറ്റീവ് ഷെയ്ഡാണ് ആ ക്യാരക്ടർ. അനാർക്കലി പോസിറ്റീവ് ആണ്. അതെ അതെ, കുറച്ച് പോസിറ്റീവ് ഷെയ്ഡ്സേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. ജിൻസിനെയൊക്കെ ഫസ്റ്റ് ഡേ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, ഇയാള് ഭയങ്കര പോസിറ്റീവ് ആണല്ലോ കാണാൻ, എന്താണ് മുഖത്തുള്ളത്, എന്താണ് ഞാൻ ഇതിനെ എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ
പുള്ളിനെ നോക്കിയ കുറെ കാര്യങ്ങൾ പഠിച്ചത്. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ ആക്ടിങ് സ്റ്റൈലുണ്ട്, അപ്രോച്ചസ് ഉണ്ട് ക്യാരക്ടറിന്. ഈസ് വെരി ഡിഫറെന്റ് ആ കാര്യത്തിൽ. ഞാൻ ഇതെങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാം, കൊള്ളാലോ ഈ പരിപാടി. വളരെ സിമ്പിൾ ആയിട്ട്, ആക്ടിങ്ങിലല്ല ഇപ്പൊ സംസാരത്തിൽ അതിനകത്തും ഒരു പക്ഷെ അതിനപ്പുറത്തേക്ക് അഗ്രഷനും ഉണ്ട്. ഈ കാംനെസ്സിൽ ഒരു അഗ്രഷൻ ഉണ്ട് പുള്ളിയുടെ ആക്ടിങ്ങിൽ. നമുക്ക് സീരീസ് കാണുമ്പോൾ മനസ്സിലാവും വളരെ സട്ടിലായിട്ടും കാമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ ഇന്റൻസ് ആണ് ക്യാരക്ടറും സ്റ്റോറിയുടെ സപ്പോർട്ട് തന്നെയാണ് മെയിൻ. അപ്പം ഞാൻ ഈ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. ഈവൻ ഞാൻ സുദേവ് ബ്രോഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? വളരെ കാമായിട്ട്, അത് ശാന്തമായിട്ട് ഒഴുകുന്നത്. ഒരു പോലീസ് ക്യാരക്ടർ വളരെ ശാന്തമായിട്ട് ഒഴുകുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മളൊരു ട്രഡീഷണൽ പെർസെപ്ഷനിൽ നമ്മൾ കുറെ നെടുനീളം ഡയലോഗ്സ് ഒക്കെ പറയുന്ന ഭയങ്കര മാസ് എൻട്രി ഒക്കെ മാസ് എൻട്രി, കുറച്ച് ഷൗട്ട് ചെയ്യുന്ന, ലൗഡ് ആവുന്ന, അഗ്രസീവ് ആവുന്ന പോലീസുകാരെ കണ്ടിട്ടില്ല. പക്ഷെ ഇതില് വളരെ ആക്ച്വലി അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഈ ഒരു സീരീസ് അവർക്കും കൂടെ മനസ്സിലായി പോകണം. അപ്പൊ ആ രീതിയിലാണ്. ഇപ്പൊ എന്റെ അച്ഛൻ ഒരു സാധാരണക്കാരനാണ്. അപ്പൊ എന്റെ അച്ഛന് അത് മനസ്സിലാവണം. ഇത് തന്നെയാണ് ഞാൻ അതിനകത്ത് ഫുള്ള് നോക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും, അങ്ങനെയുള്ള ഉത്തരങ്ങളായിരിക്കും, അതിനെല്ലാം ഒരു വ്യക്തത ഉണ്ടാവും. അല്ല മറ്റേ CCTV അങ്ങനെ വന്ന് ഇങ്ങനെ അതൊന്നും അല്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തത ഇതിനകത്ത് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നത് കുറെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇപ്പൊ ഈ കരിയർ ജേണിയില്? പൈസയൊക്കെ തീരാറായി. ചെറിയ ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അത് നമ്മള് ആസ് എൻ ആർട്ടിസ്റ്റിനിപ്പോ നെക്സ്റ്റ് ലെവൽ പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നുകൊണ്ടിരുന്ന നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ലൈഫിൽ തന്നെ, കരിയറിൽ മാത്രമല്ല. അപ്പോൾ ആ കംഫർട്ട് സോണിലൊന്നും പുറത്തിരിക്കണേ, അത് ആ റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. അത് വേറെ ആരും ചെയ്യില്ല എനിക്ക് വേണ്ടി. മറ്റുള്ള ആൾക്കാർ അവർ ഓഫർ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നത് അത് എൻ്റെ ജോലിയാണ്. അല്ല, സിനിമ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സെക്കൻഡ് പ്ലാൻ ഉണ്ടോ? നിരവധി. ഞാൻ വർക്കലയിൽ എനിക്കൊരു സർഫ് സ്കൂളും റിസോർട്ടും ഉണ്ട്, വേവ് ലോകം എന്ന് പറഞ്ഞ്. അപ്പോൾ അത് വൈഫാണ് റൺ ചെയ്യണം, അമർദീപ്. അതെ, എനിക്ക് സർഫിങ് ഭയങ്കര ഇഷ്ടമാണ്. സ്പോർട്സ് ജനറലി ഭയങ്കര ഇഷ്ടമാണ്. സർഫിങ്ങിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഓഷനിൽ പോയി ഓഷനായിട്ട് വണ്ണാവും. അതിൻ്റെ ഒരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ ഒരു സർഫ് സ്കൂളും ഒക്കെ ഉണ്ട്. അത് എൻ്റെ ഒരു സ്വന്തമായിട്ട് ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡറി പ്ലാൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമയിൽ വരുന്ന എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സെക്കൻഡറി പ്ലാൻ കണ്ടുപിടിച്ചിട്ടാ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇത് പക്ഷേ മനഃപൂർവ്വമായിട്ട് കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ബിക്കോസ് മെയിൻലി എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ. യു കാൺട്ട് ഗോ ആൻഡ് ഫൈൻഡ് ഓക്കെ ഞാൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടം തോന്നി തുടങ്ങുന്നതാണ് പലതും. അങ്ങനെ വന്ന് ഭവിക്കുന്നതാണ്. ഇവിടെ എന്താ സെക്കൻഡറി പ്ലാൻ? സെക്കൻഡറി പ്ലാനും സ്റ്റിൽ സിനിമേൻ്റെ ഉള്ളിൽ തന്നെയാണ്. എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാവണമെന്നുണ്ട്. ആക്ടിങ് ആണെങ്കിലും അതിനപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ സൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമ പ്രൈമറി തന്നെ. അല്ല, പാരലൽ ബിസിനസ്സസ് ഉണ്ട്. ഞാൻ ആക്ച്വലി വർക്ക് തുടങ്ങിയ സമയത്ത് പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ സർഫിങ് കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഞാൻ അപ്പോഴാണ് തീരുമാനിച്ചത്, ഓക്കെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ തിരക്കിനിടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. പക്ഷെ അതിന് ടൈം കണ്ടെത്തണം. ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് സ്കൈ ഡൈവ് ചെയ്യണമെന്ന് ഇഷ്ടം ഉണ്ടാവും അല്ലേ, നമ്മൾ കാണുമ്പോൾ എക്സൈറ്റഡ് ആവും. പക്ഷെ നമ്മൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ നമ്മുടെ വിൽ പവറും നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ആ ഡിസയർ എന്താണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാതെ എന്താണ് നമ്മൾ ചെയ്യാൻ പോണേ ലൈഫിൽ. അപ്പം അങ്ങനെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈവൻ അക്രോബാറ്റിക്സ് ആണെങ്കിലും മാർഷ്യൽ ആർട്സ് ആണെങ്കിലും ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ മതി. നമ്മളെ പോലെ ഒരു സാധാരണക്കാരൻ, ഒരു ചെറുപ്പക്കാരനെ എക്സൈറ്റ് ചെയ്യേണ്ട എല്ലാ പരിപാടിയും പിടിച്ചിട്ടുണ്ട് മൂപ്പര്. അത് എനിക്ക് തോന്നുന്നത് ഇഷ്ടമാണ്. അത് അല്ലേ, ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അത് എൻ്റെ ബ്രെയിനിലെ വയറിങ് അങ്ങനെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫഹദ്ക്ക് പറഞ്ഞ പോലെ, അതായത് ഇത് സിനിമ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു ഊബർ ഡ്രൈവറായിട്ട് ആളുകളെ കൊണ്ടുപോയി പറഞ്ഞല്ലോ, അതുപോലെ ഞാൻ വല്ല സ്പോർട്സോ മറ്റേ ആയിരിക്കും സിനിമ ഉണ്ടായിരുന്നില്ലെങ്കിൽ. ആക്ച്വലി ആർട്ട് തന്നെ വരുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ്. നമുക്ക് വേറെ ലൈഫില്ലെങ്കിൽ പിന്നെ നമ്മളെ ആർട്ടിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് നമ്മൾ വരിക? നമ്മുടെ സോഴ്സ് തന്നെ സിനിമ ആവാൻ പറ്റില്ല. സിനിമ എവിടെ നിന്നോ വന്ന് സിനിമ ത്രൂ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നല്ലേ ബാക്കി ലൈഫിനെ. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് നമുക്ക്
ഒരു ഫുൾഫില്ലിംഗ് ലൈഫ് എപ്പോഴും വേണം. എപ്പോഴും ഇങ്ങനെ ഭയങ്കര കാമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ദേഷ്യം വരുമ്പോഴും കുറച്ച് ലൗഡ് ആവൂലേ? ഇല്ല, ദേഷ്യം വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ കണ്ടിട്ടില്ല സെറ്റില് അത്രയും ദിവസം ഉണ്ടായിട്ടും. അല്ല, നമ്മളോടല്ല, അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ദേഷ്യപ്പെടുമ്പോഴും കുറച്ചൊരു സ്പീഡിൽ സംസാരിക്കെങ്കിലും ചെയ്യൂ. സ്പീഡിലൊന്നും സംസാരിക്കില്ല ഞാൻ. പിന്നെ വാട്സാപ്പ് ചെയ്യൂ. ദേഷ്യം വന്നാലോ? സംസാരമില്ല. പിന്നെ ദേഷ്യം വരുമ്പോ ഫോൺ എടുത്തിട്ട് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യൂ. വോയിസ് ആണോ അതോ ടെക്സ്റ്റ് ആണോ? ടെക്സ്റ്റ് കറക്റ്റായിട്ട് ഒരു എസ് എ ഫോർമാറ്റിൽ അതിനെ പ്രോപ്പറായിട്ട് എഴുതി ഡിയർ സർ. അല്ല, ഭാര്യയോട് പിണങ്ങുമ്പോഴും ആരോട്? ഡിയർ മാഡം. സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കിട്ടില്ല, ദേഷ്യം മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ, അത് കറക്റ്റ്. വാക്കുകൾ മുറിച്ചെടുക്കാം. എഴുതുന്നത് അല്ലേ? ഇങ്ങനെയൊക്കെ അറിയായിരുന്നു? ഇതുപോലെയൊക്കെയാണ്? അറിയില്ല, ഇപ്പൊ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഈ ഓണം ദിവസം റിലീസ് എന്നുള്ളത് അങ്ങനെ സംഭവിച്ചു പോയതാണോ അതോ നമ്മൾ? അയ്യോ അല്ല, 29th വെച്ചിരുന്നത്. അപ്പൊ അവർക്ക് ഒന്നും കൂടെ പ്രൊമോഷൻ ചെയ്യണം. അപ്പം ഇത് എല്ലാ ഭാഷയിലേക്കും പോകുന്നുണ്ട്. അപ്പൊ അതിനൊരു കുറച്ച് ടൈം കൂടെ അവരെടുത്തിട്ടാണ് ഈ 5th വെച്ചത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത സിനിമകൾ അടുത്ത വർക്ക്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ? ഇപ്പം സീയുടെ തന്നെ ഒരു സീരീസ് കമ്മിറ്റഡ് ആണ്, സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കൂടെ ഒന്ന് കൺഫേം ആവുന്നുണ്ട്. ഓക്കെ.